ഇന്നത്തെ റെസിപ്പി 3 ചേരുവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ പലഹാരത്തിൻ്റെയാണ്. ഡെസേർട്ടായിട്ടും സെർവ് ചെയ്യാം. അപ്പോൾ കുറഞ്ഞ സമയം വെച്ചിട്ട് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു മുന്നേയായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഈ ഒരു സമയത്ത് വേറൊരു ബൗളിൽ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുള്ള ഈ ഒരു പാല് ചൂടോടുകൂടി ഈ ഒരു മുട്ടയുടെ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ചൂടുള്ളത് പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കട്ടിയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരുപാട് തിളച്ച ഉടനെ ചേർത്ത് കൊടുക്കേണ്ട, ചെറിയൊരു ചൂടാറിയിട്ട് എന്നാൽ അത്യാവശ്യം ചൂട് വേണേനും ആ ഒരു രീതിയിൽ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നാക്കി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഒരു സ്റ്റീലിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഏതിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗൾ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് സ്പ്രെഡാക്കിയിട്ട് അതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനിയൊരു കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കരുത്, താഴ്ഭാഗത്ത് കുറച്ച് മാത്രം വെള്ളം മതിയാവും. എന്നിട്ട് അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് ഇനി കുക്കറും അടച്ച് വെച്ച് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. 3 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തുറന്ന് നോക്കാം. മുകൾ ഭാഗമൊക്കെ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് മാറ്റരുത്, ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം മാറ്റിയാൽ മതിയാവും, അല്ലെങ്കിൽ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കുക്കറിൽ ഇതുപോലെ വേവിച്ചെടുക്കാതെ സാധാരണ സ്റ്റീമറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാം. പക്ഷേ സ്റ്റീമറിൽ വെക്കുന്നതിനേക്കാളും ഏറ്റവും ടൈം കുറഞ്ഞുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് കുക്കറിലാണ്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. തണുത്തതിന് ശേഷം പാത്രത്തിലേക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. മുട്ടയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു ടേസ്റ്റ് അത്ര അങ്ങോട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടാണ് ഈ ഒരു പലഹാരം ഉള്ളത്. അതുപോലെ തന്നെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.